Welcome all once again to the second part of Accountancy Class 11, Chapter 1, Introduction to Accounting. കഴിഞ്ഞ ക്ലാസ്സിലുള്ള അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്, ഡെഫിനിഷൻസ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിൽ എന്തുകൊണ്ടാണ് അവർക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ആവുന്നത് എന്നുള്ളതാണ് നോക്കാനുള്ളത്. വൈ ഡു ദ യൂസേഴ്സ് വോണ്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? എന്തുകൊണ്ടാണ് അവർക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുള്ളത്? ഈ യൂസേഴ്സിന് വൈ ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അതാണ് നമുക്ക് നോക്കാനുള്ളത്. നമ്മൾ പറഞ്ഞതാണ് ഏതൊക്കെയായിരുന്നു. ഇൻറ്റേർണൽ യൂസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്. ഇൻറ്റേർണൽ യൂസേഴ്സിൽ വരുന്നതാണ് ഓണേഴ്സ്, അതുപോലെ മാനേജേഴ്സ്, എംപ്ലോയീസ്. എക്സ്റ്റേണൽ യൂസേഴ്സിൽ വരുന്ന പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, കസ്റ്റമേഴ്സ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഗ്രൂപ്പ്, ഗവൺമെൻറ്, റെഗുലേറ്ററി ഏജൻസീസ്. അപ്പോൾ ഇങ്ങനത്തെ കാറ്റഗറിയൊക്കെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സിൽ വരുന്നത്. അപ്പോൾ ഇവർക്ക് എന്തുകൊണ്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ താല്പര്യമുള്ളതെന്നാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി നോക്കാം. ഓണേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ്. അവർ ഇൻറ്റേർണൽ യൂസേഴ്സാണ്. അപ്പം അവർ എങ്ങനെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത് നോക്കാം. അത് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വേണ്ടി വരുന്നത്? In order to check whether they are getting satisfactory return on their investment. അവർ നിക്ഷേപിച്ച പണത്തിൻ്റെ മുകളിൽ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടുന്നുണ്ട്, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അവർ ചെയ്തത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓണേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് താല്പര്യം കാണും. അപ്പോൾ അതുകൊണ്ട് അത് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ അവർക്ക് താല്പര്യമുണ്ടെന്ന് പറയാം. ഇനി അടുത്തത് കമ്പനീൻ്റെ പെർഫോമൻസ്. ആ ഉടമസ്ഥതയിൽ, അവരുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ തീർച്ചയായിട്ടും അവിടുത്തെ ഓണേഴ്സിന് താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സിന് താല്പര്യം ഉണ്ടാവും. അപ്പോൾ ആ കമ്പനി പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ്. അപ്പം പല ലെവൽസ് ഉണ്ടാവും. അത് ജനറൽ മാനേജർ ഉണ്ട്, പൊതുവായിട്ട് മാനേജേഴ്സ് ഉണ്ടാവും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ് ഉണ്ടാവും. അപ്പം ഒരു ബിസിനസ് ആയാലും ചിലപ്പോൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, സെയിൽസ്, അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞാൽ അപ്പോൾ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും മാനേജേഴ്സ് ഉണ്ടാവും. പിന്നെ സൂപ്പർവൈസറി ലെവലിലുള്ള മാനേജേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ സൂപ്പർവിഷനൊക്കെ ചെയ്യാനുള്ള. അപ്പോൾ ഇവർക്കും എന്തിന് താല്പര്യം ഉണ്ടാവും? അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ താല്പര്യം ഉണ്ടാവും. ഇനി ഇതെന്തിനാണ് അവർ യൂസ് ചെയ്യുന്നത് നോക്കാം. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ കമ്പാരിസണിന് വേണ്ടി. അവർക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അവർക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ള പുറമേയുള്ള ബിസിനസ്സുകളായിട്ട് അവർക്ക് കമ്പാരിസൺ പോസിബിളാണ്. അപ്പോൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ കമ്പാരിസൺ, താരതമ്യം ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് പെർഫോമൻസ് ഉണ്ടാവുന്നത് എന്നുള്ളത് അവർക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ മൊത്തം എങ്ങനെയാണ് ബിസിനസ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് വിലയിരുത്താൻ പറ്റും. അപ്പോൾ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ്. അടുത്തത് പറയുന്നത് ഏതൊരു മാനേജറും അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെയും മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് യോജിച്ച തീരുമാനങ്ങൾ എടുക്കുക, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ബിസിനസ് കൊണ്ട് നടത്തി കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് കറക്റ്റ് ടൈമിന് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നതാണ് ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ആരെ സംബന്ധിച്ചിടത്തോളം? ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഇനി അടുത്തത് ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ്, ലെൻഡേഴ്സ്, ബാങ്കേഴ്സിന് എങ്ങനെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ താല്പര്യമുള്ളത്? ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ബിസിനസ്സിന് കടം കൊടുക്കുന്നവർ, ക്രെഡിറ്റ് കൊടുക്കുന്നവരല്ല, കടം കൊടുക്കുന്നവരാണ്. സപ്ലയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് പല സാധനങ്ങൾ, റോ മെറ്റീരിയൽസും അതുപോലെ തന്നെ പല ഗുഡ്സും സപ്ലൈ ചെയ്യുന്ന, അതുപോലെ ഇക്വിപ്മെൻറ്റ്സൊക്കെ സപ്ലൈ ചെയ്യുന്ന സ്ഥാപനങ്ങളോ വ്യക്തികളോ ആയിരിക്കും. ലെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമായിട്ട് കടം കൊടുക്കുന്നവരാണ് ലെൻഡേഴ്സ്. അപ്പോൾ മണി ലെൻഡേഴ്സൊക്കെ ഉണ്ടാവും. അത് ഒക്കെ ബിസിനസ്സിൻ്റെ എക്സ്റ്റേർണൽ പാർട്ടീസിൽ വരുന്നതാണ് ഈ ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ്, ലെൻഡേഴ്സ്. പിന്നെ ബാങ്കേഴ്സ്, ബിസിനസ്സിന് പണം ഡെപ്പോസിറ്റ് ചെയ്യാനും ബാങ്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്കിൽ നിന്നും കടമെടുത്തിട്ട് ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളുമുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാറ്റഗറിയിലുള്ള ആളുകൾക്കും ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ താല്പര്യം ഉണ്ടാവും. ഇനി അത് ഏതൊക്കെ കാര്യത്തിലാണ് താല്പര്യം നോക്കാം. ഒന്ന്,
ടു ചെക്ക് ദ ലിക്വിഡിറ്റി ആൻഡ് ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ലിക്വിഡിറ്റി ഉള്ള ഒരു ബിസിനസ്സാണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള ഒരു ബിസിനസ്സാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈ ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ്, ലെൻഡേഴ്സ്, ബാങ്കേഴ്സിന് താല്പര്യം ഉണ്ടാവും. ഇനി എന്താണ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റ് അല്ലെങ്കിൽ ബിസിനസ്സിന് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി പെട്ടെന്ന് തന്നെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി, അതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ബിസിനസ്സിൽ കുറേ ഗുഡ്സ് സ്റ്റോക്ക് ഉണ്ട്, അത് അവർക്ക് പെട്ടെന്ന് വിറ്റഴിച്ച് അത് ക്യാഷ് ആക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ലിക്വിഡിറ്റി ഉണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ഡെറ്റേഴ്സ്, അവർക്ക് കുറേ അവർ ബിസിനസ് കുറേ പേർക്ക് കടം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് തിരിച്ച് പിടിക്കാനുള്ളൊരു കപ്പാസിറ്റി, പെട്ടെന്ന് തന്നെ അത് ക്യാഷ് ആക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലിക്വിഡിറ്റി ഉള്ള ബിസിനസ്സാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടമെടുത്താൽ അത് തിരിച്ചു കൊടുക്കാനുള്ളൊരു എബിലിറ്റി, അതും ബിസിനസ്സിന് ഉണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ഈ ലിക്വിഡിറ്റി ഉള്ള ബിസിനസ്സിന് എന്തും കൂടി ഉണ്ടാവും? ആ കടം അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ, അവരുടെ അസറ്റ്സൊക്കെ ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാകുമ്പോൾ ആ ക്യാഷ് വെച്ചിട്ട് അവർക്ക് എന്തും ചെയ്യാം, കടം തിരിച്ചടയ്ക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവും അല്ലേ? അപ്പോൾ അവർക്ക് ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അവർക്ക് ഈ പുറമേയുള്ള ക്രെഡിറ്റേഴ്സിനും സപ്ലയേഴ്സിനും ബാങ്കേഴ്സിനൊക്കെ അവർ ചെക്ക് ചെയ്യും. അങ്ങനെ ലിക്വിഡിറ്റിയും ക്രെഡിറ്റ് വർത്തിനെസ്സും കൂടുതലുള്ള ബിസിനസ്സിനെ അവർ കടം കൊടുക്കാൻ തയ്യാറാവുള്ളൂ, അല്ലെങ്കിൽ കടത്തിന് സാധനം വിൽക്കാൻ തയ്യാറാവുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ വിൽ ഹാവ് ദ എബിലിറ്റി ടു പേ ദെയർ ഡെറ്റ്സ്. അവരുടെ ബിസിനസ്സിൻ്റെ കടങ്ങളൊക്കെ പെട്ടെന്ന് തിരിച്ചടയ്ക്കാനുള്ളൊരു എബിലിറ്റി ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷനിലൂടെ സാധ്യമാണ് അല്ലേ? അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലിക്വിഡിറ്റി, ക്രെഡിറ്റ് വർത്തിനെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പാർട്ടീസിന് അവർ ബിസിനസ്സിന് കടം കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ അതൊക്കെ അക്കൗണ്ടിങ് ഇൻഫർമേഷനിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യപ്പെടുന്നത്. ഇനി അടുത്തത് പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സിന് ബിസിനസ്സിൽ താല്പര്യം ഉണ്ടാവും, സാധ്യത നിക്ഷേപകരുണ്ടാവും. ഭാവിയിൽ ഈ ബിസിനസ്സിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇപ്പം അവർ നിക്ഷേപിച്ചിട്ടില്ല, പക്ഷേ അവർ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ നോക്കി വിലയിരുത്തിയിട്ട് പ്രോഫിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ, റിസ്ക് കുറവാണെന്നുണ്ടെങ്കിൽ അവർ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കും എന്തുണ്ടാവും? അവരുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ താല്പര്യം ഉണ്ടാവും. അവരെന്താണ് കാര്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടാവുക? റിസ്ക്കും റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും. ഈ ബിസിനസ്സിൽ നിക്ഷേപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഭാവിയിൽ ഈ ഒരു ബിസിനസ്സിൽ അവരുടെ പണം നിക്ഷേപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രമാത്രം റിസ്ക് ഉണ്ട് എന്നുള്ളത് അവർക്ക് കണ്ടെത്തേണ്ടതായിട്ട് വരും. അസസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ഇനി അതുപോലെ തന്നെ ആ നിക്ഷേപിച്ച പണത്തിൻ്റെ മുകളിൽ നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുന്നുണ്ടോ, അതിൻ്റെ മുകളിലൊരു നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളതും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഗ്രൂപ്പുകൾ അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ താല്പര്യം കാണിക്കാനുള്ള കാരണങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ഇതിന് പുറമെ അടുത്തത് ഗവൺമെൻറ്റും റെഗുലേറ്ററി ഏജൻസീസ് ഉണ്ട് അല്ലേ? സർക്കാർ അതുപോലെ തന്നെ പല നിയന്ത്രണ ഏജൻസികളുണ്ടാവും. അപ്പോൾ അവരൊക്കെ എന്തൊക്കെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വെച്ചിട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഒന്ന്, ടാക്സ് കൃത്യമായിട്ട് ബിസിനസ് അടയ്ക്കുന്നുണ്ടോ എന്നുള്ളത് ഗവൺമെൻറ്റിന് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഗവൺമെൻറ്റിന് എന്ത് വേണം? പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നിശ്ചിത ശതമാനം ടാക്സ് അതിൻ്റെ മുകളിൽ ഈടാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് അവരുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്ക് കൃത്യമായിട്ട് കിട്ടും. അതുപോലെ ഈ പല റെഗുലേറ്ററി ഏജൻസീസും നോക്കുന്നത് എന്താണ്? ഇൻവെസ്റ്റേഴ്സ് അതുപോലെ ക്രെഡിറ്റേഴ്സിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഒരു പണം നിക്ഷേപിക്കുന്ന ആളുകൾക്ക് റിസ്ക് കുറച്ച് അവർക്ക് അതിൻ്റെ മുകളിൽ തക്കതായിട്ടുള്ളൊരു പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ടോ? അതുപോലെ കടം കൊടുക്കുന്നവർക്ക് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് കടം കൊടുക്കുന്നവരാണ്, അവർക്ക് തിരിച്ച് കടം കൊടുത്ത കാശ് തിരിച്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്താൻ പല ഏജൻസീസും ഉണ്ട് അല്ലേ? അപ്പോൾ അതിനൊക്കെ നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള പല ഏജൻസീസ് ഉണ്ട്. ഇപ്പോൾ സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതുപോലെയുള്ള പല ഏജൻസികളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇവരെ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് അവർക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും. അതെല്ലാം അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ കൊടുത്ത ഡാറ്റ വെച്ചിട്ട് അവർക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ നീക്കാൻ സാധിക്കും. അടുത്തത് ലീഗൽ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ടു സാറ്റിസ്ഫൈ ലീഗൽ റിക്വയർമെൻറ്റ്സ്, നിയമപരമായിട്ടുള്ള പല ആവശ്യങ്ങളും നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് ഗവൺമെൻറ്റും റെഗുലേറ്ററി ഏജൻസീസും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ചെക്ക് ചെയ്യുന്നത്. കാരണം പല ബിസിനസ്സിനും വലിയ വലിയ കമ്പനീസ്
ഈ ഒരു നിയമപ്രകാരം ഇന്ന രീതിയിൽ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം അക്കൗണ്ട്സ് വെക്കണം എന്നൊക്കെയുള്ള നിയമമുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ആ ലീഗൽ റിക്വയർമെൻറ്റ്സ് നിയമത്തിൻ്റെ മുന്നിൽ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ഗവൺമെൻറ്റിനും റെഗുലേറ്ററി ഏജൻസീസിനും ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ചെക്ക് ചെയ്താൽ അവർക്ക് അറിയാൻ സാധിക്കും. അടുത്തത് ട്രേഡ് യൂണിയൻ, അതുപോലെ ലേബർ യൂണിയൻസ്. ഇപ്പം ഒരു പ്രത്യേക ട്രേഡിൽ ഉള്ള ആളുകൾ അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എംപ്ലോയീസിൻ്റെ ലേബറേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ അവർ മെയിനായിട്ടും നോക്കുക, ഒരു ബിസിനസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു നല്ലൊരു വിഹിതം അല്ലെങ്കിൽ കിട്ടേണ്ടതായിട്ടുള്ളൊരു നല്ലൊരു പങ്ക് തൊഴിലാളികൾക്കും കിട്ടുന്നുണ്ട്, വേതനമായിട്ടോ അല്ലെങ്കിൽ ബോണസായിട്ടോ ഒക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം അല്ലേ. അവരെ തൊഴിലാളികളെ ചൂഷണം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓരോ യൂണിയനുകൾ ഉണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ യൂണിയനെ സമീപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർ ചർച്ച ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും. അപ്പോൾ അതെല്ലാം ഈ ട്രേഡ് യൂണിയൻ, ലേബർ യൂണിയൻസ് എന്താ ചെയ്യുന്നത്, they also want the accounting information എന്തിനു വേണ്ടിയിട്ട് to know about the stability, profitability and distribution of wealth within the organization. ബിസിനസ് സ്റ്റേബിൾ ആണോ അല്ലേ, അതിനൊരു സ്ഥിരത ഉണ്ടോ, അത് പ്രോഫിറ്റബിൾ ആണോ, അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നൊരു ബിസിനസ്സാണോ, പിന്നെ അവർക്ക് കിട്ടുന്ന ഓരോ സ്വത്ത് വെൽത്ത് അത് കൃത്യമായിട്ടും നല്ല രീതിയിൽ തന്നെയാണോ തമ്മിൽ ഷെയർ ചെയ്യുന്നത്, ഓണേഴ്സും അതിലുള്ള വർക്കേഴ്സിനൊക്കെ കൃത്യമായിട്ട് അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള പങ്കുകളൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഈ ട്രേഡ് യൂണിയൻ, ലേബർ യൂണിയൻസൊക്കെ അവർ ഉറപ്പ് വരുത്തണം. അപ്പോൾ അത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ചെക്ക് ചെയ്താൽ അവർക്ക് സാധിക്കും. ഇനി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ വാങ്ങുന്നവരാണ് കസ്റ്റമേഴ്സ് അല്ലേ. അത് പർച്ചേസ് ചെയ്യുന്നവർ, ബിസിനസ്സിൽ വന്നിട്ട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരാണ് കസ്റ്റമേഴ്സ്. അപ്പോൾ കസ്റ്റമേഴ്സിന് എന്താണ് ഒരു ബിസിനസ്സിൽ താല്പര്യം? ഇൻഫർമേഷൻ ഓഫ് കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് ഓഫ് ദ ബിസിനസ്. ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അവർ വാങ്ങുന്ന ബിസിനസ്സിലുള്ള അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി, ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു നിലനിൽപ്പുള്ളൊരു ബിസിനസ്സാണോ, അവർ അങ്ങനത്തെ ഒരു ബിസിനസ്സിനാണോ പ്രോഡക്റ്റ് വാങ്ങുന്നതെന്നുള്ളത് അവർക്ക് താല്പര്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ലോങ് ടേം ആയിട്ട് നിലനിൽക്കുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഉദ്ദേശിച്ച പ്രോഡക്റ്റും സർവീസസൊക്കെ കുറേ കാലം അവിടുന്ന് അവർക്ക് കിട്ടും അല്ലേ. അപ്പോൾ അത് ഉറപ്പ് വരുത്താൻ വേണ്ടി കസ്റ്റമേഴ്സിന് താല്പര്യം ഉണ്ടാവും അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ. അതുപോലെ തന്നെ ടു എൻഷ്യൂർ കണ്ടിന്യൂഡ് സപ്ലൈ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസ്. ഒരു പ്രോഡക്റ്റ് കൃത്യമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കടയിൽ നിന്ന് വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അത് ആ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സർവീസ് അവർക്ക് കിട്ടാൻ അത് ഉറപ്പ് വരുത്താൻ ബിസിനസ്സിന് സാധിക്കുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോക്കിയാൽ അറിയാം. അത്യാവശ്യം പ്രോഫിറ്റ് ഉള്ളത് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് ആണെങ്കിൽ അവർ കുറേ കാലം അവിടുന്ന് പ്രോഡക്റ്റിൻ്റെ സപ്ലൈ റെഗുലറായിട്ട് കിട്ടും. അതുപോലെ തന്നെ അവർ വാങ്ങിയ സാധനത്തിന് എന്തെങ്കിലും സർവീസൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതും ആഫ്റ്റർ സെയിൽ സർവീസസ് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബിസിനസ്സായിരിക്കും എപ്പോഴും ഒരു കസ്റ്റമർ പ്രിഫർ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യാം. ഇനി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. സമൂഹത്തിൽ പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അവർ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് അതുപോലെ തന്നെ നോൺ ഗവൺമെൻറ് ഏജൻസി NGOs ഒക്കെ കുറേ നമുക്ക് കാണാൻ സാധിക്കും. അവർ മെയിനായിട്ടും എന്താണ് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ അവരുടെ താല്പര്യം? സച്ച് ഗ്രൂപ്പ് സ്റ്റഡീസ് ദ ഇമ്പാക്റ്റ് ഓഫ് ബിസിനസ് ഓൺ എൻവയൺമെൻറ്റ് ആൻഡ് ഇറ്റ്സ് പ്രൊട്ടക്ഷൻ. അവർ മെയിനായിട്ടും നോക്കുന്നത് ബിസിനസ് നല്ല രീതിയിലാണോ നടത്തുന്നത്, എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത്, അവിടുത്തെ എന്താ പറയുക പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ ജനങ്ങളെ ചൂഷണം ചെയ്യാത്തൊരു രീതിയിലുള്ള ബിസിനസ്സാണോ ചെയ്യുന്നത്, അതൊക്കെയാണ് ആ ഒരു സോഷ്യൽ ഗ്രൂപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ജോലി. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇവരുടെ അക്കൗണ്ട്സിൻ്റെ ആ ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. നല്ല ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ അവർ വേണ്ട കാര്യങ്ങളൊക്കെ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഉള്ള ചിലവുകൾ വഹിച്ച് അതിന് വേണ്ട ഇപ്പോൾ റീസൈക്ലിംഗ് പ്ലാന്റും അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സൊക്കെ അവർ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാവും. അപ്പോൾ അതൊക്കെ അവരുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോക്കിയാൽ അറിയാം. അവരുടെ ചിലവുകളുടെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനൊക്കെയാണ് അവർ ചിലവാക്കുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ്സിന് അറിയാൻ പറ്റും ആ ബിസിനസ് ഏത് രീതിയിലാണ്, നല്ല രീതിയിൽ തന്നെയാണോ നടത്തി കൊണ്ടുപോകുന്നത്, അതോ ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ടോ, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവർക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് കോമ്പറ്റീറ്റേഴ്സ്, ഈ ബിസിനസ്സിൻ്റെ പ്രതിയോഗികളുണ്ടോ അല്ലേ. അവരായിട്ട് മൽപ്പിടിച്ച് ഫൈറ്റ് ചെയ്തിട്ട് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള
തുല്യമായിട്ടുള്ള ശക്തികളായിട്ടുള്ള മറ്റ് ബിസിനസ്സുകളുണ്ടാവും. അവർക്കും ഈ ഒരു ബിസിനസ്സിൽ താല്പര്യം ഉണ്ടാവും. എങ്ങനെ? ടു നോ ദ റിലേറ്റീവ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഓഫ് ദിയർ ബിസിനസ്. അപ്പം അവർ അവരുടെ കോമ്പറ്റീറ്ററായിട്ടുള്ള ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും പഠിക്കും. അപ്പോൾ അവരുടെ വീക്ക്നെസ് എടുത്ത് ഇവരുടെ സ്ട്രെങ്ത് ആക്കാനുള്ളൊരു ശ്രമമായിരിക്കും എപ്പോഴും ഉണ്ടാവുക, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡി നടത്താൻ കോമ്പറ്റീറ്റേഴ്സിനും താല്പര്യം ഉണ്ടാവും. അതെല്ലാം ഏത് വഴിയുള്ളൂ നടക്കുക? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയാലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇത്രയും ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന് എന്തുകൊണ്ടാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ താല്പര്യമുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അത് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുക. ഇനി അടുത്തത്, നമ്മൾ ഇത്രയൊക്കെ ഗുണങ്ങൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ട്, ഇത്രയും ആളുകളെ പല കാര്യങ്ങളും സഹായിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു, അല്ലേ? ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണെങ്കിലും അതിനും അതിൻ്റേതായിട്ടുള്ള അപാകതകളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലേ? അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചറാണ്. എന്താണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കഴിഞ്ഞു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റ് ഇവൻസിനെയാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ എന്നാണ് പറയുന്നത്. കാരണം ഒരു ബിസിനസ്സിൻ്റെ ഇടപാട് നടന്നതിന് ശേഷമാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുക. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതോ ആയിട്ടുള്ള ബിസിനസ് ഇടപാടുകൾ ഒരിക്കലും നമ്മൾ അക്കൗണ്ട് ബുക്സിൽ എഴുതുന്നില്ല. ഒരു ട്രാൻസാക്ഷൻ, ഇപ്പോൾ ഒരു പർച്ചേസ് അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിയതിന് ശേഷമാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ അത് വിറ്റതിന് ശേഷമാണ് അത് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസ്റ്റ് ഇവൻ്റാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ എന്ന് പറയുന്നത്. ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന സെയിൽസ് നമ്മൾ ഒരിക്കലും അക്കൗണ്ട് ബുക്സിൽ എഴുതി വയ്ക്കില്ല. അതുപോലെ ഭാവിയിൽ നമ്മൾ ഇന്ന സാധനങ്ങൾ വാങ്ങും എന്നുള്ളത് നമ്മൾ എഴുതി വയ്ക്കില്ല. അത് നടന്നു കഴിഞ്ഞാലേ എഴുതി വയ്ക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയ ഇവൻറ്റിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മളതിനെ ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ എന്നാണ് പറയുക. പാസ്റ്റ് ഇവൻറ്റ്സ് ആർ റെക്കോർഡഡ് ബട്ട് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഇസ് നോട്ട് കൺസിഡേർഡ്. അത് നമ്മൾ കണക്കിലെടുക്കുന്നില്ല. പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇടപാടുകൾ നമ്മൾ കണക്കിലെടുക്കുന്നില്ല. കഴിഞ്ഞു പോയ ഇവൻറ്റുകളെ, പാസ്റ്റ് ഇവൻറ്റുകളെ ഉള്ളൂ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ എന്ന് പറയാൻ കാരണം. അതൊരു ലിമിറ്റേഷനായിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ പറയുന്നത്. ഇനി അടുത്തത് രണ്ടാമത് പറയുന്നത് റെക്കോർഡ്സ് ഓൺലി മോണിറ്ററി ഐറ്റംസ്. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഓൺലി ട്രാൻസാക്ഷൻ ദാറ്റ് ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ക്യാരക്ടർ, അല്ലേ? അല്ലെങ്കിൽ ഇൻ മണി ടേംസ്, ട്രാൻസാക്ഷൻസ് ഇൻ മണി ടേംസ് ആർ റെക്കോർഡഡ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ബിസിനസ് ഇടപാടുകൾ മണി വാല്യൂവിലേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ, അല്ലേ? അതിൻ്റെ ക്വാളിറ്റി നമ്മൾ പറയുന്നില്ല, അല്ലേ? നമ്മളിപ്പോൾ എ ക്വാളിറ്റി പ്രോഡക്റ്റാണ് വാങ്ങുന്നത് അല്ലെങ്കിൽ എ ക്വാളിറ്റി പ്രോഡക്റ്റാണ് വിറ്റത് എന്നല്ല ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുക. ഒരു 20,000 രൂപേൻ്റെ പ്രോഡക്റ്റ് വാങ്ങി അല്ലെങ്കിൽ ഒരു 40,000 രൂപേൻ്റെ പ്രോഡക്റ്റ് വിറ്റു എന്നാണ് നമ്മൾ അക്കൗണ്ട് ബുക്കിൽ എഴുതുക, അല്ലേ? അതിൻ്റെ മണി വാല്യൂ ആണ് എഴുതുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് സ്വഭാവമുള്ള മോണിറ്ററി വാല്യൂവിനെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിന് പ്രസക്തിയില്ല? ക്വാളിറ്റി, അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റിന്, ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഗുണങ്ങൾക്കൊന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗുഡ്സിൻ്റെ ക്വാളിറ്റി, മാനേജറിൻ്റെ സ്കില്ലിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല. പിന്നെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്താണ്, നമുക്കൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എത്രയാണ് സന്തോഷം കിട്ടുന്നത് അല്ലെങ്കിൽ എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു എന്നുള്ളതൊന്നും നമ്മൾ ഒരിക്കലും റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. എന്തിന് ഇമ്പോർട്ടൻസ് ഇല്ല? ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സിന് ഇമ്പോർട്ടൻസ് ഇല്ല. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പം മണി ഐറ്റംസിന് അല്ലെങ്കിൽ മണി വാല്യൂവിനെയാണ് നമ്മൾ മോണിറ്ററി ഐറ്റംസ് എന്ന് പറയുന്നത്. മോണിറ്ററി ഐറ്റംസിനാണ് ഇമ്പോർട്ടൻസ്, എന്തിനില്ല? ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സിന് ഇല്ല. അപ്പോൾ അതാണ് സെക്കൻഡ് പറയുന്നത്. ഇറ്റ് റെക്കോർഡ്സ് ഓൺലി മോണിറ്ററി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് ആൻഡ് ഇഗ്നോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കുക. എന്ത്? ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ലൈക്ക് ക്വാളിറ്റി ഓഫ് ഗുഡ്സ്, മാനേജറിയൽ സ്കിൽസ്, സാറ്റിസ്ഫാക്ഷൻ ലെവൽ എക്സെട്ര. അടുത്ത ലിമിറ്റേഷനായിട്ട് പറയുന്നതാണ് ടൈം വാല്യൂ ഓഫ് മണി നോട്ട് കൺസിഡേർഡ്. നമ്മൾ സമയത്തിനനുസരിച്ചിട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിൻ്റെ വാല്യൂ മാറുന്നതിന് നമ്മൾ പരിഗണന കൊടുക്കുന്നില്ല, അല്ലേ? അപ്പോൾ അതാണ് അടുത്ത മെയിനായിട്ടുള്ള പറയുന്നൊരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡ്രോബാക്ക്. അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് അറ്റ് ദെയർ കോസ്റ്റ് പ്രൈസ് ആൻഡ് നോട്ട് അറ്റ് മാർക്കറ്റ് പ്രൈസ്. ദെയർഫോർ ഇറ്റ് ഇഗ്നോർസ് ദ പ്രൈസ് ലെവൽ ചേഞ്ചസ്.
അപ്പോൾ നമ്മൾ പറഞ്ഞു ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചറാണ് അല്ലേ, അത് കാര്യം വാങ്ങിയതിന് ശേഷമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ വാങ്ങുന്ന വില, അതാണ് കോസ്റ്റ് പ്രൈസ്. നമ്മൾ വാങ്ങുമ്പോൾ എത്രയാണോ വില ആ കോസ്റ്റ് പ്രൈസിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ഈ വാങ്ങിയ സാധനത്തിന് പിന്നീട് മാർക്കറ്റിൽ പല വ്യതിയാനങ്ങൾ, ബിസിനസ്സിലുണ്ടാവുന്ന പല വ്യതിയാനങ്ങൾ കാരണം മാർക്കറ്റ് പ്രൈസിൽ മാറ്റങ്ങളുണ്ടാവും അല്ലേ. ഇപ്പോൾ ഇന്ന് വാങ്ങിയ സാധനത്തിന് നാളെ അതേ വില ഉണ്ടാവണമെന്നില്ല. 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേറെ വിലയായിരിക്കും, ചിലപ്പോൾ കൂടാം ചിലപ്പോൾ കുറയാം അല്ലേ. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് പ്രൈസ് കൂടിയും കുറഞ്ഞിരിക്കും. കോസ്റ്റ് പ്രൈസ് നമ്മൾ എത്രയൊക്കെയാണോ വാങ്ങിയത് അത് സ്റ്റില്ലായിരിക്കും അല്ലേ, അത് സ്റ്റേബിളായിരിക്കും. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്ന കോസ്റ്റ് പ്രൈസിലാണ്. മാർക്കറ്റ് പ്രൈസ് നമ്മൾ പരിഗണിക്കുന്നില്ല. അത് വേറൊരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻ ആയിട്ടാണ് പറയുന്നത്. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് റെക്കോർഡഡ് കോസ്റ്റ് പ്രൈസ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് ഇസ് നോട്ട് കൺസിഡേർഡ്. മാർക്കറ്റ് പ്രൈസ് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? മാർക്കറ്റിലുണ്ടാവുന്ന പ്രൈസിലുള്ള വ്യതിയാനങ്ങളെ നമ്മൾ പരിഗണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ വില മാറിക്കൊണ്ടിരിക്കും, പക്ഷേ ആ മാറുന്ന വില നമ്മൾ ബുക്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നില്ല എന്നുള്ളത് വലിയൊരു ഇതിൽ അക്കൗണ്ടിങ്ങിൽ വരുന്ന വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതാണ് ടൈം വാല്യൂ ഓഫ് മണി ഇറ്റ്സ് നോട്ട് കൺസിഡേർഡ്. സമയത്തിനനുസരിച്ച് മണി വാല്യൂ, പ്രോഡക്റ്റിൻ്റെ മണി വാല്യൂ മാറുന്നത് നമ്മൾ പരിഗണിക്കുന്നില്ല. അത് വേറൊരു പ്രശ്നമാണ്. പിന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ ഉണ്ടാകുന്ന വേറൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നതാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. നമുക്കിപ്പോൾ അക്കൗണ്ടിങ്ങിൽ നമ്മളത് പഠിക്കുമ്പോൾ അറിയാം, ഒരു കാര്യം ചെയ്യാൻ തന്നെ പല മെത്തേഡ്സ് ഉണ്ടാവും. പക്ഷേ ഈ ഓരോ മെത്തേഡിനും അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. എല്ലാം സെയിം റിസൾട്ട് തരണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു മെഷീനറി, ഒരു മെഷീൻ ഉണ്ട്, ഒരു വലിയൊരു മെഷീനറി ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നതോറും അതിന് തേയ്മാനം വരും അല്ലേ. ആ തേയ്മാനം എങ്ങനെയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പല മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകളിൽ പലതും പല റിസൾട്ടാണ് തരിക. അപ്പം നമുക്ക് ഇങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് സയൻറ്റിഫിക് അല്ലാതെ നമുക്ക് തോന്നിയ പോലെ അത് ഉപയോഗിച്ച് കഴിയുമ്പം ബിസിനസ്സിൻ്റെ ഇൻഫർമേഷനിൽ, നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ റിസൾട്ടിൽ മാറ്റങ്ങളുണ്ടാവും. അത് നമുക്ക് അതിലൊരു റിലയബിലിറ്റി, നമുക്ക് വിശ്വസനീയമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടില്ല. അതാണ് ഇതിൽ പറയുന്ന വേറൊരു ഡ്രോബാക്ക്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, പക്ഷേ ഈ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ എല്ലാം ഉപയോഗിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല പല റിസൾട്ടുകളാണ് കിട്ടുക. അങ്ങനെ പല മെത്തേഡിന് കിട്ടിക്കഴിയുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുക? നമ്മളുടെ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, റിലയബിൾ അല്ലാത്തൊരു രീതിയായി മാറും. അപ്പോൾ അത് വാലിഡ് അല്ലാത്ത രീതിയാവും. അപ്പോൾ അതാണ് അടുത്ത് പറയുന്നത്. യൂസ് ഓഫ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ബൈ ഡിഫറെൻറ്റ് ഫേംസ് റെഡ്യൂസസ് ദ റിലയബിലിറ്റി ഓഫ് അക്കൗണ്ട്സ് ആസ് ഇറ്റ് മേ ഗിവ് വേരിഡ് റിസൾട്ട്സ്. പല മെത്തേഡുകൾ പല ഫേംസ് യൂസ് ചെയ്യുമ്പോൾ അവരുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ വിശ്വാസ്യത, അതിൻ്റെ റിലയബിലിറ്റി നഷ്ടപ്പെടുകയാണ്. അത് കാരണം എന്താണ്? അതിന് കിട്ടുന്ന റിസൾട്ടും പലതാവും. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു മേജർ ഡ്രോബാക്കായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും ലിമിറ്റേഷൻസ് ആണുള്ളത് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ. നമ്മൾ പറഞ്ഞ കുറേ ഗുണങ്ങളുണ്ട്, പക്ഷേ ദോഷങ്ങൾ ഇതൊക്കെയാണ്. എന്തൊക്കെയാണ്? ഒന്ന്, അത് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചറാണ്. രണ്ടാമത് പറയുന്നത് റെക്കോർഡ്സ് ഓൺലി മോണിറ്ററി ഐറ്റംസ്. ക്വാണ്ടിറ്റേറ്റീവ് ഐറ്റംസ് അല്ലെങ്കിൽ മോണിറ്ററി ഐറ്റംസിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. എന്തിന് പ്രാധാന്യമില്ല? ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൽ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് സ്വഭാവങ്ങളുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അടുത്തത് ടൈം വാല്യൂ ഓഫ് മണിയാണ്, കൺസിഡർ ചെയ്യുന്നില്ല. കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. മാർക്കറ്റ് പ്രൈസ് നമ്മൾ അതിനെ പരിഗണിക്കുന്നില്ല. മാർക്കറ്റ് പ്രൈസിലാണ് ശരിക്കും ഓരോ പ്രൈസ് വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ. അതൊന്നും പരിഗണിക്കാതെയാണ് നമ്മൾ അക്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. വേറൊരു അപാകതയായിട്ടാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ നമ്മൾ പറയുന്നത്. പിന്നെ പറയുന്ന ആപ്ലിക്കേഷൻ, പല മെത്തേഡുകൾ അവൈലബിൾ ആണ്, പക്ഷേ പല മെത്തേഡുകളും പല റിസൾട്ട് തരികയാണ്. അപ്പോൾ നമ്മൾ എല്ലാ മെത്തേഡും കൂടി ഉപയോഗിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നല്ലതല്ലാത്ത രീതിയിൽ ഉപയോഗിക്കാതെ, സയൻറ്റിഫിക് അല്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നമുക്ക് ഫൈനൽ അക്കൗണ്ടിങ്ങിൽ കിട്ടുന്ന റിസൾട്ടും വിശ്വസനീയമല്ലാതെയാവും, റിലയബിൾ അല്ലാത്തതാവും. അപ്പോൾ അത് വേറെ ലിമിറ്റേഷനാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പം നിങ്ങളൊന്നുകൂടി അത് കേട്ട് നോക്കുക. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.